സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സ്റ്റേജിന് പൂക്കളുടെ പേരിടുന്നതുമായുണ്ടായ ഒരു വിവാദത്തിൽ പറഞ്ഞ ചില വാക്കുകളുണ്ട്. കുട്ടികളുടെ കലയാണ്, അതുകൊണ്ട് ഇതിൽ കൂടുതൽ വിവാദങ്ങൾക്ക് താൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അത്തരത്തിൽ താമര എന്നുള്ള പേരുൾപ്പെടെ നമുക്ക് നൽകാമെന്ന്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, കുട്ടികളുടെ കലയാണ്, കുട്ടികളെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. പക്ഷെ അതിൽ നിന്നൊക്കെ നേർ വിപരീതമായിട്ടുള്ള പല വാർത്തകളുമാണ് കലോത്സവം തുടങ്ങിയത് മുതൽ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മോണോ ആക്ട് മത്സരത്തിന് ശേഷം ഒരു പെൺകുട്ടി പ്രതികരിക്കുന്ന വീഡിയോ വ്യാപകമായി സോഷ്യൽ മീഡിയകളിൽ വൈറൽ ആവുകയുണ്ടായി. ആ കുട്ടി പറയുന്നത് അപ്പീലിന് പോകണമെങ്കിൽ തന്നെ എത്രമാത്രം ചിലവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. 10,000 രൂപയോളം കെട്ടിവെക്കേണ്ടുന്ന സാഹചര്യം, ഒപ്പം ഒരു വക്കീലിനെ ഏർപ്പാടാക്കി അതിന് അപ്പീൽ കൊടുക്കേണ്ടുന്ന ആ ഇനത്തിൽ പോകുന്ന ഒരു തുക, അങ്ങനെയൊക്കെ പറയുന്നു. കുട്ടികളുടെ കയ്യിൽ നിന്ന്, രക്ഷിതാക്കളുടെ പക്കൽ നിന്നുൾപ്പെടെ പണം ചിലവഴിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ നഷ്ടങ്ങൾ വരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്? ഇത്രയേറെ വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് കലോത്സവം നമ്മൾ നടത്തി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടികൾ തന്നെയാണോ ഇതിന്റെ ഗുണഭോക്താക്കൾ എന്നതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. വളരെ സങ്കടമുണ്ട്. എനിക്ക് ഈ യുവജനോത്സവം ഒരു വർഷമെങ്കിലും യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാതെ എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഇത് നടത്തി കാണാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ കൊല്ലവും ചിന്തിക്കാറുണ്ട്. എനിക്കിത് ഒരു കംപ്ലൈന്റും ഇല്ലാത്തൊരു യുവജനോത്സവ വേദിയിൽ പോകണമെന്നുണ്ട്. ഞാൻ സത്യത്തിൽ തൃശ്ശൂർ ഇതിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ തുടങ്ങിയ അന്ന് മുതലേ അവിടെ ആടി തുടങ്ങി. പിന്നെ ആ ഭാഗത്തേക്ക് പോയി എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ മുന്നിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള സീൻ കണ്ട എനിക്ക് വല്ലാതെ അങ്ങ് പ്രതികരിക്കാൻ തോന്നും. അപ്പോൾ ബെറ്റർ ആ വഴിക്ക് പോവാതിരിക്കുക എന്നാണ് എൻ്റെ തീരുമാനം. സത്യത്തിൽ ഈ യുവജനോത്സവം ഇതുപോലെ നടത്തിയിട്ട് ആർക്കാണ് ഗുണം? ഇതാണ് എൻ്റെ ചോദ്യം. ഈ യുവജനോത്സവം എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഈ പാവപ്പെട്ട ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ആരാണ് സുഖം കൊള്ളുന്നത്? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഉദ്ഘാടന ദിവസം തന്നെ മുഖ്യമന്ത്രി പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾ കേട്ടോ? അതായത് പിഞ്ചു കുഞ്ഞുങ്ങളാണ്. 15 വയസ്സാണ് ഇവരുടെ മാക്സിമം വയസ്സ് വരുന്നത്. 10ാം ക്ലാസ്സാണ്. അവര് പഠിക്കാനും മറ്റുള്ള ഇതിലേക്കും പക്വത വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവരുടെ മുന്നിൽ വന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയാണ്. എന്താ പറയുന്നത്? മതം, മറ്റുള്ള ജാതി, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് തന്നെ അത് മനസ്സിലാവില്ല. അന്ന് പ്രസംഗിച്ച ചില വാചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് പുള്ളി ഒരു ഉദാഹരണം എടുത്തു. കലയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പുള്ളി എന്തോ പറയാൻ ശ്രമിച്ചത്. പക്ഷെ ആ പറഞ്ഞത് മുഴുവൻ ആ സഭയ്ക്ക് ചേർന്നതല്ലായിരുന്നു. എന്താ പറഞ്ഞത്? കലാമണ്ഡലം ഹൈദരാലി ഒരു മുസ്ലിമാണ്. അദ്ദേഹം കഥകളി പാട്ട് പഠിച്ചു. കേരളത്തിലെ എണ്ണം തികഞ്ഞ പേര് കേട്ട ഒരു കഥകളി പാട്ടുകാരൻ തന്നെയാണ് ഹൈദരാലി. എനിക്ക് നേരിട്ടറിയാം. എൻ്റെ അമ്മയുടെ 4 വീട് അപ്പുറത്ത് അദ്ദേഹത്തിന്റെ വീട്. ഞാൻ നേരിട്ട് അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്, നമ്മുടെ മുഖ്യമന്ത്രി പറയാണ്, അദ്ദേഹത്തിന് അമ്പലങ്ങളിൽ പോയി പാട്ടുപാടാൻ പറ്റുന്നില്ല, അനുവദിക്കുന്നില്ല. എന്തൊരു ബ്ലണ്ടർ സംസാരമായി സംസാരിക്കുന്നത്! ഒന്ന് ആലോചിച്ചു നോക്കിയേ. സത്യത്തിൽ ഒരു കാര്യം ശരിയാ, ഈ കഥകളി വേദികള് അധികവും അമ്പലത്തിന്റെ ഉള്ളിലായിരിക്കും. അപ്പോ ഈ കഥകളി ട്രൂപ്പിന്റെ ഒപ്പം കലാമണ്ഡലത്തിലാണ് പുള്ളി പഠിച്ചപ്പോ കലാമണ്ഡലത്തിന്റെ കഥകളി ട്രൂപ്പ് പോകുമ്പോൾ അതിനൊപ്പം പാട്ടുപാടാൻ ഹൈദരാലി ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കാം. അത് അമ്പലത്തിന്റെ ഉള്ളിൽ പോയി, അമ്പലത്തിൽ പറ്റില്ല, അറിയാലോ. അത് ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ അവിടെ വെല്ലുവിളിക്കാൻ പറ്റില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട യേശുദാസ് ഗാനഗന്ധർവ ഗുരുവായൂർ അമ്പലത്തിൽ ഉള്ളിൽ കടന്ന് പാടണം, വാശി പിടിച്ച് നടക്കുക. പക്ഷെ പറ്റില്ല, വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പോ അത്തരത്തിലുള്ള ഈ മതവികാരം ഈ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെറുതെ ഇളക്കി വിട്ടിട്ട് കല വലിയൊരു സംഭവമാണ് എന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഹൈദരാലി ഞാൻ നേരിട്ട് അറിയുന്ന ആളാണ്. ഈ ഹൈദരാലി ഇതേ കഥകളി സെറ്റിനെ, ഇതേ കഥകളിപ്പാട്ടുമായി ഹൈദരാലിയുടെ ഒരു ആരാധനാലയത്തിൽ കൊണ്ടുപോയി ഇത് അവതരിപ്പിക്കാൻ പറ്റുമോ? എന്താ മുഖ്യമന്ത്രി ചോദിക്കാത്തത്?
ഇതേ കഥകളി ഒരു പുള്ളിയുടെ ആരാധനാലയമായ പ്രസിദ്ധമായ പുത്തമ്പള്ളി അവിടെ ജാറത്തിൽ പരിപാടി നടക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ പ്രസിദ്ധമായ പള്ളിയിൽ അവരുടെ നേർച്ച നടക്കുമ്പോൾ ഒരു കഥകളി വെച്ചിട്ട് അവിടെ പോയിട്ട് ഹൈദരാലിക്ക് പാട്ട് പാടാൻ പറ്റുമോ? പിന്നെ ഹിന്ദു ക്ഷേത്രത്തിൽ പാടാൻ പറ്റിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത്, അതൊരു ഹിന്ദുവായ മുഖ്യമന്ത്രി പറയുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കണം. അത് എവിടെ പറയുന്നത്? ഒരു എല്ലാവരും നിറഞ്ഞിരുന്ന ഒരു നല്ല സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോ ഓരോ സ്ഥലമുണ്ട് ഇത് പറയേണ്ടത്. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. ഈ കഥകളി പഠിച്ച ഒരു മുസ്ലിം പെൺകുട്ടി ഇന്ന് പ്രസിദ്ധമായിട്ട് കഥകളി കളിക്കും. പാട്ടല്ല, കഥകളി ആടുന്ന മുസ്ലിം പെൺകുട്ടി എനിക്കറിയാം. ആ പെൺകുട്ടിക്ക് ആ കഥകളി പഠിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ സമുദായം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അറിയോ? വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ കുട്ടിക്ക് കഥകളി കളിച്ച് നടക്കാൻ, അവർ കഥകളി നിർത്താൻ തയ്യാറല്ല ആ കുട്ടി. അവസാനം ആ കുട്ടി, ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ച് ആ കഥകളിയുമായി പോകാനാണ് ജീവിതത്തിൽ. കാരണം അത്രയ്ക്ക് കലയോടുള്ള ആരാധനയാണ് അവർക്കുള്ളത്. അല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പൊതുവേദിയിൽ വന്ന് സംസാരിക്കുന്നത് തന്നെ ലോക ബ്ലണ്ടറാണ്. അത് ജനങ്ങളെ പരസ്പരം തമ്മിൽ അടുപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ സിനിമാ ഫീൽഡ് എടുത്തു നോക്കിക്കോ. ഈ സിനിമാ ഫീൽഡില് മിക്ക കലാകാരന്മാരും മുസ്ലിങ്ങളായിരിക്കും. അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. അത് സമുദായത്തിന് പ്രശ്നമില്ല. സമുദായം ഒന്നും ഉണ്ടില്ല. കാരണം എന്താ അറിയോ? അവരുടെ അടുത്ത് പൈസ ഉണ്ട്. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കുമെന്നാണ്. ഇവിടെ രാഷ്ട്രീയമായാലും കലയായാലും എന്ത് കോളാമ്പി ആയാലും പൈസ ഉണ്ടോ ഇവിടെ നടക്കും. പൈസ ഇല്ലെങ്കിൽ കലാമണ്ഡലം ഹൈദരാലി അദ്ദേഹം പാവപ്പെട്ട ആളൊന്നുമല്ല, എന്നാലും വലിയ തോതിൽ പൈസയൊന്നും ഇല്ല. അപ്പൊ കലാമണ്ഡലം ഹൈദരാലിയെ കയ്യിലെടുത്ത് നടക്കും. എന്നാ വലിയ സിനിമാ നടന്മാർ ഇവിടെ മുസ്ലിങ്ങൾ, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിക്കും ആ സമുദായത്തിന് കല അനുവദനീയമാണോ? ആ സമുദായ നേതാക്കൾ പറയട്ടെ. ആ മതത്തിൽ കല അനുവദനീയമാണോ? എന്നിട്ടാണ് ഹിന്ദു ക്ഷേത്രത്തിൽ വന്ന് കളിക്കാൻ പറ്റില്ല, കളിപ്പിച്ചില്ല, അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒരു പൊതുവേദി, എവിടെ, സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദി, അവിടെ വന്ന് പ്രസംഗിക്കുക. അപ്പൊ കുട്ടികളിൽ ഇത് എന്താന്ന് തന്നെ അവർക്ക് മനസ്സിലാവില്ല. അതാണ് പ്രായം. ഇനി അതവിടെ നിൽക്കട്ടെ. നേരത്തെ പറഞ്ഞ വിഷയം ഇത് പറയുമ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനായിട്ട് ചില കാര്യങ്ങൾ. എന്റെ സ്വന്തം അനുഭവമാണ്. എൻ്റെ മകള് ഇപ്പോ മെഡിസിൻ പഠിക്കുകയാണ്, മെഡിക്കൽ കോളേജിലാണ്. അവള് സ്കൂൾ കാലഘട്ടത്തിൽ നന്നായിട്ട് ഡാൻസ് കളിക്കും, പാട്ട് പാടും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു 5ാം ക്ലാസ് മുതൽ നല്ലൊരു ഗുരുനാഥനെ ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പിടിയും ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു മാഷനെ ഏൽപ്പിച്ച് കലാമണ്ഡലത്തിൽ നിന്ന് പ്രാക്ടീസ് തുടങ്ങി. സ്കൂളിലൊക്കെ ഫസ്റ്റാണ്, സബ് ജില്ലയിൽ ഫസ്റ്റ് ആവാറുണ്ട്, ജില്ലയിലും ഫസ്റ്റ് ആവാറുണ്ട്. അങ്ങനെ സംസ്ഥാനത്തേക്ക് പോകുന്നതായിട്ട് ജില്ലാ മത്സരം നടക്കുമ്പോൾ മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ മത്സരം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് വന്ന് പറയാണ്, സാറേ മോൾക്ക് ഫസ്റ്റ് കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ ഇത് പറയണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, അവിടെ ഇരിക്കുന്ന ജഡ്ജസ് ഇന്ന ആൾക്കാരാണ്, അത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് കാരണം നമുക്ക് കിട്ടില്ല. ഞാൻ ആകെ അന്തം വിട്ടുപോയി. അപ്പൊ പുള്ളിക്ക് ഈ കേരളത്തിലെ ഒട്ടുമിക്ക ജഡ്ജസിനെയും പുള്ളിക്ക് അറിയാം. അത് കാരണം പുള്ളി നേരത്തെ കൂട്ടി ഇത് പറഞ്ഞത്. ഇത് തന്നെയാണ് ഓരോ ഐറ്റത്തിന്റെയും അവസ്ഥ. മോഹിനിയാട്ടായാലും വേണ്ടില്ല, കഥകളി ആയാലും വേണ്ടില്ല, ഭരതനാട്യം ആയാലും വേണ്ടില്ല, കുച്ചിപ്പുടി ആയാലും വേണ്ടില്ല. എന്തിനു പറയുന്നു? പാട്ട് പാടുമ്പോൾ അതിലിരിക്കുന്ന ജഡ്ജ്, ഇതിലൊക്കെ കള്ളത്തരങ്ങളാണ്. ഇവിടെ സംസ്ഥാന അവാർഡ് സിനിമയ്ക്ക് കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കലാഭവൻ മണി പൊട്ടിക്കരഞ്ഞത്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം അവാർഡ് ദാനം കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇത് എന്ന് ഇത്തരം കള്ളത്തരങ്ങൾ ഇവിടെ നിർത്തലാക്കപ്പെടും.
അത് വന്നാലാണ് ഇത്തരമുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയുള്ളൂ. ഇപ്പൊ ആ ഒരു കുട്ടി മോണോ ആക്ട് കുട്ടി നിലവിളിക്കുമ്പോ എനിക്ക് ഓർമ്മ വന്നത് എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇന്നത്തെ സിനിമാ നടി നവ്യ നായർ സ്റ്റേജിന്റെ പിന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നു. വേറൊരു പെൺകുട്ടി അന്ന് ഫസ്റ്റ് കുട്ടി, എന്റെ പേര് ഞാൻ മറന്നു, അവള് സിനിമയിലൊന്നും വന്നില്ല, ഏത് വെച്ചാൽ കുറച്ച് സീരിയലിലേ വന്നിട്ടുള്ളൂ. അപ്പോ അന്ന് അപ്പോഴൊക്കെ ഉണ്ട് ഈ തരികട. പക്ഷെ ഇതിൽ തമാശ എന്താ വെച്ചാൽ ഈ ജഡ്ജസ് കൈക്കൂലി വാങ്ങുന്നു ഇത്രേ മാർക്കിട്ട് കൊടുക്കാൻ. അത് കൺട്രോൾ ചെയ്യാൻ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കോ ഈ പറയുന്ന ഭരണകൂടത്തിനോ കഴിയുന്നില്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടേണ്ടതാണോ ഈ വിഷയം? ഇന്നിപ്പോ ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. ഒരു മോണാക്ട് മത്സരത്തിന് പോയ ഒരു കുട്ടി ആ വിഷമങ്ങൾ പൊട്ടയാണ്, പോലീസുകാർ അവരെ തടുക്കുന്നുണ്ട്. പെൺകുട്ടിയാണ്, ആൺകുട്ടിയല്ല. യെസ്, സാർ പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ എല്ലാ വർഷവും സംസ്ഥാന കലോത്സവം വരുന്ന സമയത്ത് നടി നവ്യ നായരുടെ ആ ഒരു ക്ലിപ്പ് നമ്മൾ കാണാറുള്ളതാണ്. കരഞ്ഞുകൊണ്ട് അവർ മീഡിയയോട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊക്കെ ഇപ്പോൾ ബൈ ഹാർട്ട് ആണ്. പക്ഷെ അതിനുശേഷം ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നവ്യ നായരുടെ തന്നെ മറ്റൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. അവർ നടത്തുന്ന ഡാൻസ് സ്കൂളായ മാതങ്കിയിൽ കുട്ടികളെ കോമ്പറ്റീഷന് വേണ്ടി പരിശീലിപ്പിക്കുന്നുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അതിനവർ പറഞ്ഞ ഉത്തരം ഇല്ല എന്നാണ്. ഒരു മത്സരത്തിന് വേണ്ടിയും താൻ ഒരു കുട്ടിയെയും ഇവിടെ നിന്ന് പരിശീലിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾ തന്നെ എന്റെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ പലതവണ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ കലോത്സവ നഗരിയിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങിയതിന്റെ ഒരു വലിയ ഇര കൂടിയാണ് താനെന്ന് അവർ തുറന്നു സമ്മതിക്കുന്നു. മാത്രമല്ല നവ്യ നായർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇത്തരത്തിൽ നമ്മൾ എന്തിനാണ് ഒരു കുട്ടി മറ്റൊരു കുട്ടിയുമായി കോമ്പറ്റീറ്റ് ചെയ്ത് കുട്ടികളെ വലിയ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നത് എന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യം. എന്തിന് നമ്മൾ ഈ രീതിയിൽ കുട്ടികളെ വലിയൊരു മാനസിക സംഘർഷത്തിലേക്ക്, അവർക്കൊരു വലിയ ആജീവനാന്ത ട്രോമ നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് അവരെ തള്ളിവിടണം? ഇതില് ഈ ഒരു സംഭവം റിപ്പീറ്റേഷനായി തുടരുന്ന ഈ സ്ഥിതിക്ക് രക്ഷിതാക്കളാണ് ഒരു തീരുമാനത്തിൽ എത്തേണ്ടത്. ഞാൻ അന്ന് തീരുമാനിച്ചതാണ്. അന്ന് ഞാൻ ആ ഒരു ഗുരുനാഥൻ എൻ്റെ മകൾക്കുണ്ടായ അനുഭവം വെച്ച് ഞാൻ അതോടൊക്കെ ഈ മത്സര പരിപാടി സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇത് റിയൽ റിസൾട്ട് ഇവിടെ വരില്ല, കാണിക്കില്ല. അതായി മാറി നമ്മുടെ സമൂഹം. കളങ്കിതമാണ്, കള്ളത്തരമാണ്, തട്ടിപ്പാണ്, കൈക്കൂലിയാണ് എവിടെ നോക്കിയാലും. സത്യത്തിൽ ഈ രക്ഷിതാക്കൾ ഒരു എ ഗ്രേഡ് കിട്ടിയാൽ, ഫസ്റ്റോ അങ്ങനെ ഒരു എ ഗ്രേഡ് കിട്ടിയാൽ മതി. നമുക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻ പരീക്ഷകളിലോ എൻട്രൻസ് എക്സാമുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളതിലോ ഒരു ഗ്രേസ് മാർക്ക് കിട്ടും മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലും വലിയ മാനസിക സംഘർഷം നേരിടുന്നത്. ആരൊക്കെ? ആ കുഞ്ഞും ആ കുഞ്ഞിന്റെ രക്ഷിതാക്കളും റിലേറ്റീവ്സും നാട്ടുകാരും ഒക്കെ സംഘർഷത്തിലാവാണ്. ആലോചിച്ച് നോക്കി, ഇതിനാരാണ് ഇടം കൊടുക്കുന്നത്? ഇവിടുത്തെ ഭരിക്കുന്നവര്, അത് ആരായാലും മാറി മാറി ഭരിക്കുന്നുണ്ട്. ആരെങ്കിലും ഇത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നവ്യ നായര് നിലവിളിക്കുന്ന വീഡിയോ വന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ ആ കുട്ടി നിലവിളിക്കുന്ന വീഡിയോ കണ്ടു. അല്ലാതെയും മിനിഞ്ഞാന്ന് വേറെ ഏതോ ഡാൻസ് കളിക്കുന്ന കുട്ടി കസേരയൊക്കെ വെച്ചിട്ട് വേറെ സീനുണ്ട്. അത് ഞാൻ വീഡിയോ മിനിഞ്ഞാന്നുണ്ടായതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ മീഡിയക്ക് ഒരു റോളുണ്ട്. അവരൊരു കാര്യം ചെയ്യാം. മത്സരം നടക്കുമ്പോൾ ഈ എല്ലാ മത്സരങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാം. ഒരു ഉദാഹരണം മോണാക്ട്, അവിടെ 10 മോണാക്ട് ആണെങ്കിൽ 10 എണ്ണം അവർ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോ ഈ മോണാക്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമായി എന്ന് കണ്ടാൽ ആ ചാനൽ എന്ത് ചെയ്യണം? അന്ന് തന്നെ പബ്ലിക്കായിട്ട് ലൈവായിട്ട് ഈ 10 കളികളും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവർ ചോദിക്കണം ഇതിലേതാണ് ശരി. അങ്ങനെ ജനങ്ങൾക്ക് കാരണം അതിനുള്ള സംവിധാനമുണ്ട്, പണ്ട് അതില്ല. അപ്പൊ ആ പ്രശ്നമുണ്ടായ പ്രോഗ്രാം, ആ കളിച്ച എല്ലാവരുടെയും കളി അതിൽ, അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ ആ 4 ആൾക്കാരുടെ കളി ഈ ലൈവായിട്ട് കാണിച്ച് ജനങ്ങളോട് പറയാം. അല്ലാതെ കോടതിയൊന്നും ഇതിലൊരു കാര്യമില്ല. നമുക്കറിയാം കോടതി
ഞാൻ ചോദിക്കട്ടെ, ഈ ഈ പാവം കുട്ടികളുടെ അപ്പീലിന് പോവാൻ വേണ്ടിയിട്ട് അവരുടെ വക്കീല് ഫീസ് വാങ്ങുന്ന ആ വക്കീലിന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കി. പാവല്ലേ കുഞ്ഞുങ്ങള്, എല്ലാവരും സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. 50,000 കേട്ടില്ലേ, 50,000 വക്കീല് ഫീസ് അത്ര ഒരു അപ്പീല് വാങ്ങാൻ. എന്നിട്ട് അത് ചിലപ്പോ കിട്ടൂല. നമ്മുടെ ദുഷിച്ച സാമൂഹ്യ വ്യവസ്ഥിതിയാണിത്. ഇത് ആര് നിർത്തും? ഭരിക്കുന്നവന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിർത്തിക്കല്. അല്ലാതെ കുട്ടികളെ തമ്മിൽ മാനസിക സംഘർഷങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് ആ രക്ഷിതാക്കളും ആ നാട്ടുകാരും ആ സ്കൂളിലെ അധ്യാപകരും ഒക്കെ മാനസിക സംഘർഷത്തിൽ പോവുകയാണ്. ഇതിവിടെ നിർത്തുന്നില്ല. ഓരോ കൊല്ലം ചെല്ലും തോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. 2 കൊല്ലം മുന്നേ വേറൊരു പ്രശ്നം നിങ്ങൾ കേട്ടതാണ്. അതായത് ഒരുവിധം ഭംഗിയായിട്ട് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരാള്, അവിടെ വെജിറ്റേറിയൻ ഫുഡാ കൊടുക്കണം. അപ്പൊ ഒരുത്തൻ വന്ന് പറയാണ് അവിടെ നോൺ വെജ് കൊടുക്കണം. എടാ, ഇതൊക്കെ എന്ത് പ്രാന്താണത്? നോൺ വെജ് കിട്ടുന്നില്ല അവിടെ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രശ്നം. ആ കൊല്ലം അങ്ങനെ പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഇതില് വളരെ പ്ലാൻഡ് ആയിട്ട് ഇപ്പൊ കണ്ടില്ല, ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു പൂവിന്റെ പ്രശ്നം ഉണ്ടായി പറഞ്ഞു ഇല്ലേ? എന്തിനാണ് ഈ പ്രശ്നങ്ങൾ സംസാരിക്കുന്നത്? പ്രശ്നത്തിന് വേണ്ടിയിട്ടാണോ ഒരു പരിപാടി നടത്തുന്നത്? പ്രശ്നത്തിന് വേണ്ടിയിട്ടാണോ ഒരു പരിപാടി തുടങ്ങുന്നത്? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ഈ പരിപാടി നടത്തി കഴിയുമ്പോൾ ആർക്കാണ് ഗുണം കിട്ടുന്നത് എന്ന് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കും. ഈ പരിപാടി നടത്തി കഴിയുമ്പോൾ അതിന്റെ നെറ്റ് റിസൾട്ട് ആർക്കാണ് കിട്ടുന്നത്? ഈ കുട്ടികളെ തമ്മിൽ ഇങ്ങനെ അടുപ്പിച്ച് അതില് ആർക്കൊക്കെയാണ് അതില് മുതലെടുക്കാൻ കഴിയുന്നത് എന്ന ഈ കഥ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എന്ന് നിൽക്കും? ആര് നിർത്തും? ഈ ആരതിന് മുന്നോട്ട് വരും? ജനങ്ങൾ എല്ലാവരും സൈലന്റാ, ആരും പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ഇരുന്ന് കളി കാണുന്നുണ്ട് കുറെ ജനങ്ങള്. ഈ മോണോ ആക്ട് അവിടെ ഇരുന്നിട്ട് കുറെ ആൾക്കാർ കാണുന്നുണ്ട്. ആ കണ്ടവർക്കറിയില്ലേ ആരാണ് ഇതിൽ നന്നായി കളിച്ചതെന്ന്? അവർക്ക് പ്രതികരിച്ചൂടെ? എന്താ അവരും ഉണ്ടാതിരിക്കുന്നത്? അപ്പൊ ഇത് പ്രശ്നം വലുതാക്കിക്കൊണ്ടേയിരിക്കുകയാണ്, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും സാറ് പറഞ്ഞതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവം എല്ലാ വർഷവും ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ചെറിയ മക്കളാണ്, കൗമാരക്കാരാണ്, അവർ ആ രീതിയിൽ പൊട്ടിക്കരയുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമുള്ള കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പല വീഡിയോകളും വൈറൽ ആവാറുമുണ്ട്. ഇത്തരത്തിൽ കുട്ടികളെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന ഈ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു തവണ വന്നു കഴിഞ്ഞാൽ വർഷം എത്ര കഴിഞ്ഞാലും ആളുകൾ എത്ര വളർന്നാലും അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന ചില കാര്യങ്ങൾ കൂടി കലോത്സവ നഗരിയിൽ വേദിക്ക് പിന്നിൽ നടക്കുന്നു എന്നത് ഖേദകരമാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സാർ.